ഹലോ നമസ്കാരം. ഞാൻ ഫാത്തിമ NV അരീക്കോട്. ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ VOC ഇൻ്റർനാഷണൽ എന്നൊരു കമ്പനി ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രൊഡക്റ്റ്, അത് ഗുവാമര അല്ലെങ്കിൽ റെഡ് ഫ്രൂട്ട്, അത് കഴിച്ചിട്ട് ഉണ്ടായ ഒരു മിറക്കിൾ പറയാനാണ്. അത് യാദൃച്ഛികമായിട്ടാണ് അത് എൻ്റെ അടുത്ത് എത്തിയത്. അത് എത്തിയ ഒരു വഴി കൂടി ഞാൻ പറയുകയാണ്. ഒരു ആരോഗ്യ ഗ്രൂപ്പിൽ വെച്ചാണ് എനിക്കത് കിട്ടിയത്. ഞാൻ എൻ്റെ അസുഖം ആദ്യം പറയട്ടെ. കണ്ണിന് കാഴ്ചക്കുറവായിരുന്നു. അതായത് വളരെ ചികിത്സകൾ ചെയ്യാത്ത ചികിത്സ അല്ല. അവസാനം ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു 2 അസുഖം കണ്ണിന്, 2 എണ്ണം. ഒന്ന് കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ്, റെറ്റിനക്കുള്ളിൽ. രണ്ടാമത്തേത് ഞരമ്പിന് വീക്കം. അപ്പോൾ റെറ്റിനക്കുള്ള ബ്ലീഡിങ് എന്താണെന്ന് വെച്ചാൽ അവർ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഒരു വശത്തേക്ക് ഇങ്ങനെ മാറ്റി നിർത്തും, അല്ലാതെ അത് പോവില്ല നമ്മുടെ ശരീരത്തിൽ നിന്ന്. മറ്റേ വീക്കം നമ്മൾ മരിച്ചു പോയ മരണം വരെ അതവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ 11 ഇഞ്ചക്ഷൻ ചെയ്തു. അതിലെടുക്കുകയാണ് ഈ ഗുവാമര കിട്ടിയത്. അത് ഞാൻ കഴിച്ച് 10 ദിവസം കഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് മധുര അരവിന്ദ് ഹോസ്പിറ്റലിലാണ് ഞാൻ ചികിത്സ നടത്താറുള്ളത്. അവിടെ പോയി. അപ്പോൾ ആ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ആ ഡോക്ടർ ഞെട്ടി. അയാൾ ചോദിച്ചു, വാട്ട് ടൈപ്പ് ഓഫ് മെഡിസിൻ യു ആർ ടേക്കിങ്? ഞാനും അന്തം വിട്ടു. സത്യം പറയുന്നത് 10 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവർക്ക് വിവരിച്ച് കൊടുക്കാനുള്ള കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതിൻ്റെ ഇംഗ്ലീഷ് ലീഫ്ലെറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം അടുത്ത തവണ വരുമ്പോൾ. അങ്ങനെ അടുത്ത തവണ എനിക്ക് പോകേണ്ടി വന്നില്ല. എന്താ വെച്ചാൽ ഒന്നാമത് കണ്ണിൻ്റെ അസുഖം മാറി, 2 ലോക്ക്ഡൗൺ വന്നല്ലോ. അപ്പോൾ ഓരോ മാസം കൂടുമ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്യണം. ആ സ്കാൻ അനുസരിച്ചാണ് അവർ ഇഞ്ചക്ഷൻ ചെയ്യുക. 11 ഇഞ്ചക്ഷൻ ചെയ്തു. 12ാമത്തേന് പോകാൻ എനിക്ക് വേണ്ടി വന്നില്ല. ഈ നമ്മുടെ മൊബൈലിൽ ബാറ്ററി സ്റ്റാറ്റസ് നമ്മൾ നോക്കുമല്ലോ, അതുപോലും എനിക്ക് കാണൂലായിരുന്നു. അതൊക്കെ ഞാൻ മക്കളെ കൊണ്ട് നോക്കിക്കുക, അല്ലെങ്കിൽ മൊബൈലിൻ്റെ അത് ഓഫായി പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മിറാക്കിൾ എന്ന് പറയാം. അത്രയും വളരെ എന്താണെന്നൊക്കെ എനിക്കത് വിവരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ എൻ്റെ സർവ്വശക്തനോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം.